ഹായ്, വെൽക്കം ബാക്ക് കത്തൂസ് മാജിക് വ്ളോഗ്. ഇന്നേ വേണ്ടേ എന്നോട് എപ്പോഴും പറയുവേ പിന്നെ കാർത്തിയമ്മേ എന്നെ ഒന്ന് പരിചയപ്പെടുത്തി തരണേ കേട്ടോ. അതിപ്പോൾ നിങ്ങളുടെ മുമ്പ് ഞാൻ പിന്നെ ആളെ ഞാനൊന്ന് പരിചയപ്പെടുത്തുവാണ്. എന്നോട് എപ്പോഴും വന്ന് പറയും കാർത്തിയമ്മയുടെ യൂട്യൂബ് വീഡിയോയിൽ എന്നെയും കൂടെ ഒന്ന് കാണിക്കണേ എന്നൊക്കെ എപ്പോഴും പറയും കേട്ടോ. ഇത് ഞങ്ങളുടെ പൊന്നുവാണ് കേട്ടോ, പൊന്നൂസ് കേട്ടോ. ഉണ്ണിമോളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ഉണ്ണിമോളുടെ കൂട്ടുകാരിയൊക്കെ കേട്ടോ. ഉണ്ണിമോളുടെ കൂടെ കളിക്കാനൊക്കെ വരും നമ്മുടെ ഇപ്പുറത്തെ വീട്ടിലെ കേട്ടോ, നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ പൊന്നു ഒരു ഹായ് കൊടുത്തേ. പൊന്നുവിൻ്റെ പേരെന്താ പറയുക, പൊന്നൂന്നൊന്നും അല്ല, എൻ്റെ ഒരു മോടെ ഓർമ്മ പേരെന്താ, നവിത വിനോദ്. പിന്നെ പൊന്നിനൊരു ചേച്ചിയും കൂടെ ഉണ്ട് കേട്ടോ, നന്ദന. അത് നേഴ്സിംഗ് പഠിക്കാൻ വലിയ വെച്ചാൽ പുള്ളിക്കാരി മോളിപ്പോൾ എത്രല്ലാം പഠിക്കുന്നല്ലോ. ഇപ്പം ഇനി 3ലാണ് മോള് പഠിക്കുന്നത് കേട്ടോ. പിന്നെ അപ്പോൾ എനിക്ക് പൊന്നു ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതെന്നോട് പറഞ്ഞ് കാർത്തിയമ്മേ ഇതൊന്ന് വീഡിയോയിലൊക്കെ ഒന്ന് കാണിക്കണേ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ പേരെന്തുവാന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഞാനൊന്ന് കാണിക്കാം ആ സാധനം. ഉണ്ണിമോളെ അതിങ്ങനെ തന്നെ ഉണ്ണിമോളെ അത് തന്നെ വേണ്ടേ, ഇത് എന്തോ കാണാൻ പറ്റുന്നുണ്ട് വേണ്ടേ ഈ സാധനം. ഇതെന്തോ നിങ്ങൾക്ക് ഇതിൻ്റെ പേരറിയാമെങ്കിൽ എനിക്കിതൊന്ന് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് തരണേ കേട്ടോ. വേണ്ടേ ഇത് മോള് പൊന്നു പറയുന്നത് ഇത് എന്താ മോളെ നക്ഷത്രപ്പഴമാണെന്നാണ് പറയുന്നത്. ഏതാണ്ട് പ്ലമ്മിൻ്റെ കൂട്ടൊക്കെ ഇരിക്കുന്നത്. നക്ഷത്രപ്പഴം എന്ന് പറയുമ്പോൾ വേറെ അല്ലല്ലോ, പുളിയുടെ കൂട്ട് സ്റ്റാർ ഫ്രൂട്ട് അതല്ലേ. പക്ഷേ ഇതെന്തുവാന്ന് നമുക്കറിയത്തില്ല. ഞാൻ നമ്മുടെ ഈ ലവ്ലോലിക്കയ്ക്ക് എന്തുവാ പറയുന്നത്, ലൂബിക്ക അല്ലേ അതെങ്കിൽ പറയുന്നത്. ലൂബിക്കയൊക്കെ നമുക്കറിയാം. പക്ഷേ ഇതെന്തുവാന്ന് എനിക്കത്ര അറിയത്തില്ല. പക്ഷേ ഞാൻ കഴിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം, പൊന്നു തന്നെ കൊണ്ടുതന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട്. ഒരു പുളിയും കവർപ്പും ഒക്കെ ഉള്ളതാണ്. ഇത് മധുരമുണ്ട്. ഇതൊരു പുളി ചേർന്ന കവർപ്പൊക്കെ ആട്ടോ, പുളി ചേർന്ന ഒരു കവർപ്പുള്ള ഒരു മധുരം അതായത് കേട്ടോ. ഇത് പുള്ളിക്കാരി പറിച്ചു കൊണ്ടിട്ട് കാർത്തിയമ്മ ഇതൊന്ന് വെച്ച് എന്നെ ഒരു വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടോ. സമാധാനമായോ? ഇത് പൊന്നു ഇതെവിടുന്ന് നമ്മളെ പറിച്ചോണ്ട് വന്നേ? പൊന്നിൻ്റെ താഴെ വീട്ടിൽ നിന്ന് ഇത് പറിച്ചോണ്ട് വന്ന. പിന്നെ അപ്പോൾ ഇത് നമുക്ക് പൊന്നു ഒരെണ്ണം കൊടുക്കാമേ. ഉണ്ണിമോള് ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. എൻ്റെ ഉണ്ണിമോളെ ഇവിടെ ഒന്ന് കാണിച്ചേക്കട്ടെ, ഇനി അല്ലെങ്കിൽ പിന്നെ ഞാൻ അത് പരാതിയാകും. അപ്പോൾ ശരി, അപ്പോൾ ഇതൊക്കെ നമുക്ക് തിന്നും. പിന്നെ നിങ്ങളെ ഞാൻ വേറെ ഒരു കാര്യം കാണിക്കാമേ. നിങ്ങളൊക്കെ അത് കഴിച്ചിട്ടുണ്ടോയെന്ന് പറയണേ കേട്ടോ. നമുക്കത് കാണാൻ പോകാം. ഇതേ നമ്മളുടെ വീടിൻ്റെ പുറകുവശത്ത് നമുക്ക് ഒരു കുളമാവ് നിൽപ്പുണ്ട്. നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടോ ഈ കുളമാങ്ങയൊക്കെ? കഴിച്ചിട്ടുണ്ടോ? ഇപ്പോഴുള്ള ആൾക്കാരൊന്നും കഴിച്ചിട്ടില്ലായിരിക്കും. പക്ഷേങ്കിൽ പിന്നെ പണ്ടൊക്കെ നമ്മളൊക്കെ കഴിച്ചിട്ടില്ലേ. അപ്പം നമ്മുടെ ഇവിടെ ഒരു കുളമാവ് നിൽപ്പുണ്ട്. ഈ കുളമാങ്ങ വീണിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ പിള്ളേരൊക്കെ ഇത് പറക്കി തിന്നു. അപ്പം ഞാൻ നോക്കട്ടെ, ഇവിടെ നമുക്ക് കുളമാങ്ങ ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ദാണ്ടെ നമുക്ക് കുളമാങ്ങ പഴുത്ത് കണ്ടോ വീഴുന്നത്. ഇതാണ് കുളമാങ്ങ. ഇതിൻ്റെ മരം നാണ്ട് നമുക്ക് മേലെ നീണ്ടുണ്ടേ കേട്ടോ. കണ്ടോ കണ്ടോ. ഇത് നമുക്ക് ഇതതിൻ്റെ പച്ച കളറിലെ കുളമാങ്ങയാണ്. പച്ച കളറിലെ കുളമാങ്ങയല്ല ഇത്, ഈ തോട് പോയിട്ടുള്ള പിന്നെ അതിനകത്തെ കുരുവാ ഇത്. അത് പൊട്ടിച്ച് തരുമ്പോൾ എന്താ അത് കണ്ട, അതിൻ്റെ ആ മാതളമൊക്കെ തിന്നാൻ മധുരമാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ബദാങ്കായൊക്കെ പൊട്ടിച്ച് തിന്നുന്ന പോലെ ഇത് നമ്മൾ പൊട്ടിച്ചതിനകത്തെ പരിപ്പ് നമുക്ക് കഴിക്കാം. നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. താണ്ടേ നമ്മളുടെ കുളമാങ്ങ കണ്ടോ. പിന്നെ ഇതുണ്ട് ഇതിൻ്റെ ഈ തോട് കളഞ്ഞിട്ട് അതിനകത്തെ ഇതാണ്. ഇത് പൊട്ടിക്കുമ്പോൾ ഇതിനകത്ത് ഒരു നമ്മുടെ ഈ ബദാങ്കായുടെ കൂട്ടുള്ള പരിപ്പുണ്ട്. നമ്മുടെ ഈ ബദാങ്കൊട്ടയ്ക്ക നമ്മൾ പൊട്ടിച്ച് കഴിക്കത്തില്ലേ, അതുപോലുള്ള പരിപ്പൊക്കെ ഉണ്ട്. നമുക്കിനി ഇതൊന്ന് പൊട്ടിച്ച് നിന്ന് കാണിക്കാം. ഞങ്ങളുടെ കുളമാങ്ങ പറക്കാനേ സ്നോബലും ഉണ്ട്. സ്നോബൽ ഇതാണ് കുളമാങ്ങയുടെ. അത് നമ്മൾ പൊട്ടിച്ച് തിന്നാൻ പോവാണേ. പച്ചപ്പരിപ്പാണ് പൊട്ടിച്ച് തിന്നുന്നത്. അപ്പോൾ ഹരിനാരായണൻ അത് തല്ലി പൊട്ടിക്കാൻ ഒരു ചുറ്റിയലൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്.
ഇതൊക്കെ തിന്നാൻ വേറെ ഒരാൾ കൂടി ഇരിപ്പുണ്ട്. ഒരു കൽപ്പണ്ടിയുടെ ഇതാ ടേസ്റ്റ്. അതുകൊണ്ട് ഇതിനകത്തെ പരിപ്പാണ് ഇത് കേട്ടോ. പൊന്നുമൊക്കെ കാർത്തിയമ്മയെന്ന് കഴിക്കട്ടെ. എൻ്റെ പൊന്നിനെയുള്ള സ്നേഹം കാർത്തിയമ്മയെന്ന് കഴിച്ച് നോക്കാം. ഇത് നമ്മുടെ ബദാംകായുടെ വിട്ടൊക്കെ ഇരിക്കും, ചെറുതാണ്. നല്ല ടേസ്റ്റ്, നമ്മുടെ കപ്പലൻ്റെ ഒക്കെ ടേസ്റ്റ്. ചെറിയൊരു പയറുമണിയുടെ അത്രയേ ഉള്ളത് ഉണ്ടോ. ഭയങ്കര ടേസ്റ്റ്. നമ്മുടെ മക്കൾസ് എല്ലാം കൂടെ ഇരുന്ന് എന്തുവാ കുളമാങ്ങ പൊട്ടിച്ച് തിന്നുവാണേ. ഒന്നും കൊടുക്കാതെ. സ്നോബൽ ആ ഫോട്ടോ എടുക്കട്ടെ, ഒരു ഫോട്ടോ എടുക്കട്ടെ മോടെ, നോക്കിയേ. പിന്നെയും പൊന്നുമൊക്കെ ഇത് പറക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് എവിടെയാണ് നമ്മുടെ ആ കുളമാവിൻ്റെ മരത്തിനെ കാണത്തില്ലല്ലോ. നീണ്ട ആ ഇലയുള്ളതാണേ ആ കുളമാവിൻ്റെ ആ എലമ്പ് കാണുന്നില്ലേ അത്. ഇത് പിന്നെ തടിവെട്ടുകാരൊക്കെ വന്ന് ഈ പാഴ്ത്തടി വിൽക്കാൻ വന്നപ്പോഴും ഇതവർ ചോദിച്ചു. അപ്പം നമ്മളിത് കൊടുക്കാതെ നിർത്തിയേക്കും. എന്ന് വെച്ച് കഴിഞ്ഞാലേ ഇതൊക്കെ പണ്ടത്തെ ഓരോരോ ഓർമ്മകൾ, ഇതൊന്നും ഇനിയിപ്പോൾ കാണാൻ കിട്ടത്തില്ലല്ലോ. നമ്മുടെ മക്കൾക്ക് ഇതുപോലെയൊക്കെ ഓരോന്ന് കാണിച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് നമ്മളതിനെ ഇങ്ങനെ കൊടുക്കാതെ ഇങ്ങനെ നിർത്തിയിരുന്നതായത്. എൻ്റെ പൊന്നൂന് പിന്നെയും കിട്ടിയുണ്ട്. അപ്പം നിങ്ങളൊക്കെ ഈ കുളമാങ്ങയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരു കമൻറ്റ് ബോക്സിൽ ഇതൊന്ന് അറിയിക്കണേ. ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളും ഒക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. നമ്മൾ അതുപോലെ തന്നെ ഈ കുളമാങ്ങ ഇങ്ങനെ നോക്കി ചെന്നപ്പോൾ നമുക്ക് ഇവിടെ മഞ്ചാടി നിൽപ്പുണ്ടേ. അപ്പം മഞ്ചാടിയെ ഇതാണ് ഇങ്ങനെ മഞ്ചാടിക്കുരു ഇങ്ങനെ പൊട്ടി തെറിച്ച് വീണിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് കുറച്ച് മഞ്ചാടിക്കുരുവൊക്കെ ഒന്ന് ശേഖരിക്കാം കേട്ടോ. ഇഞ്ചി പിന്നു ഉണ്ട്. വാ ഉണ്ണിമോളെ വാടി, മഞ്ചാടിക്കുരു പറക്കാം വാ. എന്താണ്ട് മോളെ മഞ്ചാടിക്കുരു കണ്ടോ, ഇതെല്ലാം കിടപ്പുണ്ട് മഞ്ചാടിക്കുരു. നമുക്ക് കാണുന്നുണ്ട് കണ്ടോ, മഞ്ചാടിക്കുരു കിടക്കുന്നുണ്ടോ. ഇവിടെ ഒരു മഞ്ചാടിയുടെ ഒരു മരമുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് വീഴുന്നതാണ് മഞ്ചാടിക്കുരു. ഈ കരിയിലൊക്കെ ഇങ്ങനെ അങ്ങോട്ട് നീക്കി നോക്കിയാൽ നമുക്ക് മഞ്ചാടിക്കുരു കാണാം. പിള്ളേരൊക്കെ ഇത് പറക്കി ഇങ്ങനെ വെക്കും. പണ്ട് പിന്നെ വേറെ വരുന്നുണ്ട് കുന്നിക്കുരു, ഈ ചുമപ്പേര് ഇങ്ങനെ കറുപ്പുള്ള ഒരു അത് ഇവിടെ ഉണ്ടായിരുന്നു കുന്നിക്കുരു. അതെന്തോ എങ്ങനെയോ അതങ്ങ് ഉണങ്ങിപ്പോയി. അപ്പം നമ്മളുടെ പുറത്തോട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ ഉണ്ട്. മഞ്ചാടിക്കുരു ഉണ്ട്. പൊന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മഞ്ചാടിയുടെ ഇലയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ. പൊന്നിനുണ്ടല്ലോ വീഡിയോ ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. ഇതാണ് മഞ്ചാടിയുടെ ഇല. എന്താണ്ട് മോളെ ആ മഞ്ചാടിക്കുരു കൊണ്ട് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നു. ദാണ്ട് ഇവിടെ കിടക്കുന്നു. ദാണ്ട് ഈ കരിയുടെ അടിയിൽ ദാണ്ട് അവിടെ. അപ്പം നമ്മുടെ കുളമാങ്ങ വിശേഷവും മഞ്ചാടിക്കുരു വിശേഷമൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം. നമ്മളുടെ ആ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ പുതിയ കൂട്ടുകാർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി കാണണേ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.